എല്ലാവർക്കും നമസ്കാരം. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന ഓരോ ന്യൂസുകളാണ് നമ്മളെ വരവേൽക്കുന്നതല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിലോട്ടൊന്നും പോകണ്ട, അല്ലെങ്കിൽ മൊബൈലൊന്നും ഓപ്പണേ ചെയ്യണ്ട, അതല്ലെങ്കിൽ ടി വി ഓൺ ചെയ്യണ്ട, അല്ലെങ്കിൽ പേപ്പർ വായിക്കണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തപ്പെടുന്ന വിധത്തിലാണ് ഇന്ന് ലോകത്തിൻ്റെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിൽ എന്തോരം ക്രൈമുകളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 6 വയസ്സുകാരനൊരു കുഞ്ഞല്ലേ, 6 വയസ്സുകാരനൊരു കുഞ്ഞിനെ ഒരുത്തൻ അതിനെ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് മനസ്സിലായി അല്ലേ. ഒരു പാവം കുഞ്ഞ് 6 മണിക്ക് ശേഷം അതിനെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവൻ അതിദാരുണമായി അതിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടു. ഇനി ഇതിൻ്റെ മുൻപേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, തലമുറകളെക്കുറിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പേർ അത് കണ്ടു, അത് മനസ്സിലാക്കി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഒന്നും കൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളുടെ കണ്ണ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ചുറ്റോട് ചുറ്റും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോലും കാമക്കണ്ണുകളുമായിട്ട് ഒരുപാട് പേര് ചുറ്റോട് ചുറ്റും നടക്കുന്നുണ്ട്. അത് ആത്മീയ മേഖലകളിലാണെങ്കിൽ പോലും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് 6 മണിക്കൊക്കെ ശേഷം നമ്മൾ കുഞ്ഞുങ്ങളെ കളിക്കാൻ വിടാതെ അവരെ നമ്മളുടെ വീട്ടിനകത്ത് കയറ്റുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഉപ്പുതുറ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഒരു അഞ്ചംഗ കുടുംബം എന്ന് ഞാൻ പറയുവാൻ കാരണം ആ ഭാര്യയായിരുന്ന സ്ത്രീ 2 മാസം പ്രഗ്നൻ്റ് ആണ്. അതും ഒരു ജീവനാണല്ലേ. അപ്പോൾ അഞ്ചംഗ കുടുംബം എന്ന് പറയേണ്ടി തന്നെ വരും. അപ്പോൾ അവർ ആത്മഹത്യ ചെയ്തതിൻ്റെ മെയിൻ കാരണം എന്തായിരുന്നു? അവർ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാറ്ററുകളെ കുറിച്ചുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധയോടെ കേൾക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇന്ന് എടുത്തിടുന്നത്. ഓർക്കുക, ആ അഞ്ചംഗ കുടുംബത്തിന് പറ്റിപ്പോയൊരു അബദ്ധം എന്ന് മാത്രമേ പറയുവാനുള്ളൂ. കാരണം അവരവരുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവരൊരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന്, ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിൽ നിന്നും അവർ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോ. അപ്പോൾ അദ്ദേഹം 2 മാസത്തെ ലോൺ മുടങ്ങി. അതിൻ്റെ പേരിൽ ആ ഫിനാൻസ് കമ്പനി, കട്ടപ്പനയിലുള്ള ഒരു ഫിനാൻസ് കമ്പനി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പേരൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. എന്നാൽ അവരും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും പുറത്തോട്ട് വിട്ടിട്ടില്ല. ഒരു ഫിനാൻസ് കമ്പനി, കട്ടപ്പനയിലുള്ള ഫിനാൻസ് കമ്പനി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓർക്കുക, ഇന്ന് നിയമവും നിയമസംവിധാനങ്ങളും മെയിൻ പത്രക്കാർ പോലും ആർക്കൊപ്പമാണ്? വേട്ടക്കാർക്കൊപ്പമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, നമ്മൾക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട്, നമ്മൾക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. സോഷ്യൽ മീഡിയകളിൽ കിടന്ന് അവരും ഇവരുമൊക്കെ അതും ഇതുമൊക്കെ പറയുന്നുണ്ടാകും. കുറേ യുക്തികളൊക്കെ പറയുന്നുണ്ടാകും. നമ്മൾ അതൊന്നും കേൾക്കുവാൻ പോകരുത്. ഓർക്കുക, നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ പരിപൂർണമായും ആശ്രയിക്കുക. ദൈവം നമ്മൾക്ക് സംരക്ഷണം തരണം. ഇനി രണ്ടാമത്, നമ്മൾ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് എടുത്തു വയ്ക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുക തന്നെ വേണം. ദൈവത്തോട് ആലോചന ചോദിക്കാതെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വയ്ക്കരുത്. കാരണം ഇന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ സേഫായിട്ടായിരിക്കുന്നതും ഓരോ കാര്യത്തിന് നീങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ആ മനുഷ്യന് തോന്നിക്കാണും എനിക്കിത് അടയ്ക്കുവാൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിതിനകത്തുനിന്ന് നല്ല വരുമാനം കിട്ടി എനിക്ക് അടയ്ക്കുവാൻ പറ്റുമെന്ന് ആ മനുഷ്യൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻപോട്ട് വരുവാൻ പോകുന്ന കാര്യം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 2 മാസം മുടങ്ങിപ്പോയത്. ഇനി അതുമാത്രമല്ല, അദ്ദേഹം വേറെ ലോണുകളും എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മൾക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ ഇന്ന് സേഫ് സോണിലായിരിക്കും ഇരിക്കുന്നത്. നാളെ നമ്മൾക്ക് എന്താണ് പറ്റുന്നതെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ സ്റ്റെപ്പുകളും മുൻപോട്ട് വയ്ക്കുന്നതിന് മുൻപേ നമ്മൾ ദൈവത്തോട് നമ്മൾ വ്യക്തമായിട്ട് ആലോചന ചോദിച്ചിരിക്കണം, നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം, ബൈബിൾ വായിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരോട് നമ്മളൊരു ഗൈഡൻസ് നമ്മൾ ചോദിച്ചിരിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഇതുപോലുള്ള റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, റിസ്ക് എന്നല്ല ഏത് വിഷയത്തിനും നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടേ നമ്മൾ വയ്ക്കാവുള്ളൂ. കാരണം ദൈവം നമ്മൾക്ക് വ്യക്തമായ ഗൈഡൻസ് പറഞ്ഞു തരും. ദൈവം നമ്മളുടെ ഇന്നലകളെയും ഇന്നുകളെയും നാളുകളെയും ഒക്കെ അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് നാളെ നമ്മൾക്ക് എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ ദൈവത്തിനറിയാം. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തോട് വ്യക്തമായ ആലോചന ചോദിച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വയ്ക്കാവുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ഒരു കാരണവശാലും ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഫിനാൻസ് കമ്പനികളിൽ നിന്ന് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ലോൺ എടുക്കരുത് കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഓൺലൈനായിട്ട് നമ്മൾക്ക് ലോൺ തരുന്നവരുണ്ട്. അവരുടെ അടുത്തുനിന്നൊന്നും നമ്മൾ ലോൺ എടുക്കരുത്. കാരണം എന്താണെന്നറിയാമോ, അവർ ഭയങ്കര പലിശയാണ് അവർ മേടിക്കുന്നത്. നമ്മൾ എത്രയോ പേരുടെ അനുഭവങ്ങൾ കേട്ടിരിക്കുന്നു. എന്നാലും നമ്മൾ വീണ്ടും പോയിട്ട് നമ്മൾ തല വെച്ച് കൊടുക്കും. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയുകയാണ്,
50,000 രൂപയുടെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ 1,25,000 രൂപ ഇവർ തിരിച്ചടക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ എത്ര പൈസ ഇവർ എടുത്തതിനെ കഴിഞ്ഞ് ഡബിൾ ഇവർ പലിശയായിട്ട് അടയ്ക്കുകയാണ്. ഇത് ഇവർ പറയുമ്പോൾ ഇവർ പറയത്തില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പലത് ചെയ്യും. ഇനി ഫിനാൻസ് കമ്പനികളിൽ നിന്ന് ലോൺ എടുത്ത് അത് നമ്മൾ പൂർണ്ണമായിട്ടും അടച്ചു കഴിഞ്ഞാൽ പോലും ഇവർക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യുവാനായിട്ട് കഴിയും, നമ്മളുടെ ഫോൺ ആക്സസ് ചെയ്യുവാനായിട്ട് കഴിയും എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി ഇങ്ങനെയുള്ള ലോണൊക്കെ എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് NOC മേടിക്കണം. അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് മേടിച്ച് നമ്മൾ ഭദ്രമാക്കി വെച്ചിരിക്കണം. ഇല്ല എങ്കിലുണ്ടല്ലോ ഇവർ പല വിധത്തിൽ കുരുക്കും. ഓർക്കുക, ഈ പ്രൈവറ്റ് ഫിനാൻസ് കമ്പനികളുടെ അവിടെ ഇരിക്കുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും അതിൻ്റെ പുറകിൽ ഇരിക്കുന്നവരും അതിൻ്റെ മുതലാളികളായിട്ടുള്ളവരും ഒക്കെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ക്രിമിനൽസും ലോക്കൽസുമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. കാരണം ഇവരൊരു ലോണൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ വിളിച്ചിട്ട് പറയുന്ന തെറികളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കേട്ടിട്ടുണ്ടല്ലേ, അവർ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, അതുകൊണ്ടാണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നവരും ക്രിമിനൽസ് ആണെന്ന് ഉണ്ടായ കാരണം. ഇനി ഓർക്കുക, നമ്മളും ഇങ്ങനത്തെ പരിപാടികളിൽ ചെന്ന് ചാടരുത്. നമ്മൾ ഇവരുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കാനും പോകരുത്. നമ്മൾ ഇതുപോലെ പലിശയ്ക്ക് കൊടുക്കുന്നവരുമാകരുത്. എന്താണെന്നറിയാമോ, ഇതുപോലെയുള്ള ഫിനാൻസ് കമ്പനികളിൽ അവരുടെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ഇതുപോലെ പലിശയ്ക്ക് പൈസ കൊടുത്തിരിക്കുന്നവരോ ഒറ്റയൊരെണ്ണം ഗതി പിടിച്ച ചരിത്രമില്ല കേട്ടോ. അവൻ അല്ലെങ്കിൽ അവൻ്റെ തലമുറകൾ ഈ ലോകത്ത് നിന്ന് നശിച്ചു പോയിട്ടുള്ളൂ. ഒട്ടുമിക്ക എണ്ണത്തിന് തലമുറകളില്ല, ഇനി ഉള്ളതൊക്കെ നശിച്ചു പോയിട്ടുള്ളൂ. ഇതൊന്നും ഉപയോഗിക്കുവാൻ അവർക്ക് ഒരു ഭാഗ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയാതെ അവർക്ക് മാത്രമല്ല വേറെ എന്താ പറയുക, മറ്റുള്ളവരെ തട്ടിച്ച് മറ്റുള്ളവരുടെ കണ്ണുനീര് വീണ പൈസ ഒരു കാരണവശാലും നമ്മളുടെ കരത്തിൽ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെ പൈസ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഗതി പിടിക്കത്തേയില്ല കേട്ടോ. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മളുടെ ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകാവുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഓർക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഇനി എന്തെങ്കിലും വളരെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കാവുള്ളൂ. ആ ലോൺ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക നല്ല ബാങ്കുകളെ സമീപിച്ച് അവരിൽ നിന്ന് മാത്രം എടുക്കുവാൻ ശ്രമിക്കുക. അല്ലാതെ നമ്മൾ എടുക്കാൻ പ്രൈവറ്റുകാരെ നമ്മൾ ആശ്രയിക്കരുത്. ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ അവരെ മാത്രം ആശ്രയിക്കുവാൻ ശ്രമിക്കുക. അതും ഒരു ലോണിൽ കൂടുതൽ നമ്മൾ എടുക്കരുത്. ഒരു ലോൺ എടുത്തിട്ട് അത് അടച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അടുത്ത ലോൺ എടുക്കാവുള്ളൂ. നമ്മൾ 2-3 ലോണുകൾ ഒന്നിച്ചെടുക്കരുത്. എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയുവാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഓർക്കുക, ലോൺ എടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഏതെങ്കിലും എന്താ പറയുക ഗവൺമെൻറ് എംപ്ലോയീസിനാണെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം അവർക്ക് ആ ഒരു ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. പക്ഷേ അവിടെയും ഓർക്കേണ്ട കാര്യമുണ്ട്. രോഗം എന്ന് പറയുന്നതല്ലേ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എപ്പോഴാണ് രോഗം വരുന്നതെന്ന് നമ്മൾക്ക് പറയുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലോൺ എടുക്കാവുള്ളൂ. അതും ഒരെണ്ണം എടുത്തിട്ട് അടച്ചു തീർത്താൽ മാത്രമേ നമ്മൾ അടുത്ത ലോൺ എടുക്കാവുള്ളൂ കേട്ടോ. കാരണം ഒത്തിരി പേരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. എത്രയോ പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു ബുദ്ധി നമ്മൾക്കുണ്ടാകണം. ഇനി രണ്ടാമത് ഞാൻ പറയുവാൻ പോകുന്ന കാര്യം എന്താണെന്നറിയുമ്പോൾ, നമ്മൾ ഓവർ ചെലവുകളെ എപ്പോഴും നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ്. നമ്മൾ വേറൊരാൾ തുള്ളുന്ന കണ്ടുകൊണ്ട് നമ്മൾ തുള്ളാൻ പോകരുത് കേട്ടോ. നമ്മളുടെ അയൽവക്കക്കാരൻ അല്ലെങ്കിൽ നമ്മളുടെ സഭയിലുള്ളവൻ ഏതെങ്കിലും ഒരുത്തൻ കളിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ കളിക്കുവാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ പഴയ കാലത്തെ നമ്മുടെ കാർന്നോമാരൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആന മുക്കുന്നത് കണ്ടിട്ട് അണ്ണാൻ മുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വേറൊരാളെ നോക്കി അവനെപ്പോലെ എത്തുവാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മളുടെ ഒരു കാര്യത്തിനും നമ്മൾ വേറൊരാളെ നോക്കരുത്. കാരണം അവരല്ല നമ്മൾ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് ആത്മീയത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണിത്. അവരല്ല നമ്മൾ. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന് ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വേറെയാണ്. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും വേറെയാണ്. അതുകൊണ്ട് വേറൊരാളെ നമ്മൾ നോക്കരുത്. അവരെ നോക്കി നമ്മൾ മുൻപോട്ട് പോകരുത് കേട്ടോ. അവരെ നോക്കി നമ്മൾ ഓരോ ചുവടുകളും എടുത്ത് വയ്ക്കരുത്. കാരണം അവിടെ ഉള്ളവൻ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവൻ അല്ലെങ്കിൽ വേറെ നമ്മുടെ എവിടെയെങ്കിലും ഉള്ളവൻ ഒരു വാഹനം മേടിക്കുന്ന കണ്ടുകൊണ്ട് അതേ വാഹനം എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ലോൺ എടുത്ത് മേടിക്കുവാൻ പോകരുത്. അവിടെയൊന്നും ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. കാരണം ദൈവം നമ്മുടെ പിതാവാണല്ലേ. ദൈവത്തിനറിയാം നമ്മൾക്ക് എന്താണ് വേണ്ടുന്നത്, നമ്മളുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തിനറിയാം. അതറിഞ്ഞ് ദൈവം നമ്മളെ സഹായിക്കുന്നവൻ തന്നെയാണ്. നമ്മൾക്കതിന് വേണ്ടുന്ന ഗൈഡൻസുകളെ തരുന്ന ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക.
അതുകൊണ്ട് ഈ ഫിനാൻസ് കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ദൈവം നമ്മളെ സാമ്പത്തികമായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കഴിയുമ്പോൾ അതൊരിക്കലും ആർഭാടത്തിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തില്ല. ആർഭാടത്തിനുള്ള ഒരു സ്വത്തൊക്കെ നമ്മളുടെ കയ്യിൽ വന്നെങ്കിൽ ഓർക്കുക, അത് ദൈവം തരുന്ന അനുഗ്രഹമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ആർഭാടത്തിനുള്ളൊരു സ്വത്ത് ദൈവം തരത്തില്ല. ഇനി ദൈവം നമ്മൾക്ക് തരുന്ന സമ്പത്ത്, അത് നമ്മളുടെ ആരോഗ്യം തന്ന്, നമ്മൾക്ക് ജോലി തന്ന് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്താണെങ്കിലും അത് ആര് തന്നതാണ്? ദൈവം തന്നതല്ല. ദൈവം ആരോഗ്യം തന്നില്ല എങ്കിൽ നമ്മൾക്ക് ജോലി എടുക്കുവാൻ പറ്റുമോ? നമ്മൾക്ക് അധ്വാനിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മൾക്കൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് ദൈവം നമ്മളോട് ചോദിച്ചിരിക്കും. എന്ന് വെച്ചാൽ ദൈവം അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് നോക്കുന്ന ദൈവമാണ്. അത് ദൈവത്തിൻ്റെ സഭകളിലാകട്ടെ, ദൈവമക്കളുടെ ജീവിതത്തിലാകട്ടെ, നമ്മളുടെ ബിസിനസ് മേഖലകളിലാകട്ടെ, എവിടെയാണെങ്കിലും നമ്മളുടെ ജോലി മേഖലകളിൽ എവിടെയും ആകട്ടെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് ദൈവം നമ്മളോട് ചോദിച്ചിരിക്കും. ദൈവം കറക്റ്റായിട്ട് അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ ദൈവം ഓരോന്നിനും ഡിസിപ്ലിൻ, അല്ലേ? ദൈവത്തിൻ്റെ മെയിൻ ഒരു കാര്യം എന്താണ്? ദൈവം ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ദൈവമാണ്, അല്ലേ? അതുകൊണ്ട് നമ്മളോടും അതുകൊണ്ട് നമ്മളിൽ നിന്നും ദൈവം ആ ഒരു ഡിസിപ്ലിൻ തിരിച്ചു പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോന്നിനും ദൈവത്തിന് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് അനധികൃതമായ സ്വത്ത് സമ്പാദനം നമ്മളുടെ ജീവിതത്തിൽ വേണ്ട. ആർഭാടത്തിനുള്ളത് നമ്മൾക്ക് വേണ്ട. നമ്മളുടെ കയ്യിലുള്ള ഓരോന്നിനും ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണുനീരിൻ്റെതോ മറ്റുള്ളവരെ തട്ടിച്ചെടുത്തതോ ഒന്നും നമ്മളുടെ കയ്യിൽ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ലോൺ എടുക്കാനും കടം മേടിക്കാനും ഒക്കെ നമ്മൾ കഴിവതും പോകാതിരിക്കുക. അത് നമ്മൾ ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കും. അല്ല എങ്കിൽ വേണ്ടെന്നുള്ള ഗൈഡൻസുകൾ ദൈവം നമ്മൾക്ക് തരും. അതിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കുക. നമ്മളുടെ ദൈവം ആരാണ്? നമ്മളുടെ ദൈവം നീതിമാനായ ജഡ്ജാണ്, അല്ലേ? നമ്മളുടെ ദൈവം ഫിനാൻസ് മന്ത്രിയാണ്. നമ്മളുടെ ദൈവം എല്ലാ വിധത്തിലും സർവാധിപതിയാണ്. അതുകൊണ്ട് ആ ദൈവം അക്കൗണ്ടബിലിറ്റി, ഡിസിപ്ലിൻ കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ സകല കാര്യത്തിലും, പ്രത്യേകിച്ച് ഫിനാൻസ് കാര്യത്തിലൊക്കെ ഒരു ഡിസിപ്ലിൻ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ വേണം. ഒന്ന്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓർക്കുക, നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ ഇന്ന് പല പഠിപ്പീരുകളുമുണ്ടല്ലേ. നമ്മൾ ടൈത്ത് ഇടേണ്ട കാര്യമില്ല, നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ടൈത്തിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ കാഴ്ചപ്പാടുകളില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ ഉള്ളതുപോലെ നമ്മൾ പോകുന്ന ആരാധനാലയത്തിൽ നമ്മളൊരു വിഹിതം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. കാരണം വെറും കൈയോടെ നമ്മുടെ ദൈവത്തെ നമ്മൾ ആരാധിക്കാൻ പോകരുത്. കാരണം ആ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരല്ലേ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മൾ വെറും കൈയോടെ പോകരുതും. നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ, നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ ഇടുക. ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കുക. ഒപ്പം നമ്മുടെ സമശിഷ്ടങ്ങളെ, നമ്മളുടെ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മൾ കരുതുവാനും നമ്മൾ തയ്യാറാകുക എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി അടുത്തത് മെയിൻ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾക്കറിയാം, നമ്മളെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസ് അല്ല, എല്ലാ മതവിഭാഗങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ദാനം ചെയ്യണം, നമ്മൾ ധർമ്മം കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് ചുമ്മാ അവരെ ഇവരെയും അല്ലെങ്കിൽ അവരിവരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അവരെ ഇവരെയും ഒന്നും സഹായിക്കുവാൻ പോകരുത്. നമ്മളുടെ മുൻപിൽ ഏതെങ്കിലും ഒരു വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് ദൈവത്തോട് ആലോചന ചോദിക്കണം. കാരണം നമ്മൾക്ക് സമ്പത്ത് തന്നത് ആരാ? ദൈവമാണല്ലേ. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. അപ്പോൾ ഇന്നൊരാൾക്ക് കൊടുക്കാൻ ഒരു ഇച്ചിരി പൈസ കൊടുത്ത് സഹായിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ അവരെ സഹായിക്കണമെന്ന് എനിക്കുണ്ട് കർത്താവേ. അത് അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇത് അവർ അർഹിക്കുന്നവരാണോ? കാരണം ദൈവത്തിൻ്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മറ്റുള്ളവരും അല്ലേ എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചുമ്മാ എന്താ പറയുക, തട്ടിപ്പൊക്കെ ആയിട്ട് ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് മേടിക്കുവാനായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാവുള്ളൂ. ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്കാണെങ്കിലും നമ്മൾ ആർക്കാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനാണെങ്കിലും ആർക്ക് കൊടുക്കുമ്പോഴും നമ്മൾ ദൈവത്തോട് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കൊടുക്കാവുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് അറിയുമ്പോൾ, അർഹതയില്ലാത്തവൻ്റെ കരത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടുവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ സാമ്പത്തികം ചോർന്നു പോകുവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികത്തിനകത്തും നമ്മൾ ബുദ്ധിമുട്ട് നേരിടുവാനുള്ള കാര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിനാണ് ഞാൻ പറഞ്ഞത്, ദൈവം അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ദൈവമാണ്, ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം തരുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരായിരിക്കണം. പക്ഷേ ഈ സഹായിക്കുന്നതിന് മുൻപ് ഒരു വാക്ക് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. കാരണം അർഹിക്കുന്നവൻ്റെ കരത്തിലോട്ടാണോ അത് പോകുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയണം. അവരും ഇവരും പറയുന്നത് കേട്ടിട്ട് നമ്മളെ സഹായിക്കാൻ നിൽക്കരുത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ദൈവമേ എന്നെ ആൾക്ക് കൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഇല്ല എങ്കിൽ നമ്മൾക്ക് സാമ്പത്തിക ചോർച്ചകൾ വരും. എനിക്കറിയാം, അമേരിക്കയിൽ എനിക്കറിയുന്ന ഒരു സഹോദരി ഉണ്ട് കേട്ടോ.
ആ പുള്ളിക്കാരത്തി ഇങ്ങനെ ഒത്തിരി പേരെ സഹായിക്കുന്നത് എനിക്കറിയാം. ഒത്തിരി ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ സഹായിക്കുന്നതൊക്കെ കൊള്ളാം, ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവസാനം ഇവർ വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലായി പോയി എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇവർ കൊടുത്തിരിക്കുന്ന ഒരു 95% ഇവർ കൊടുത്തിരിക്കുന്ന ആൾക്കാർ അർഹതയില്ലാത്തവരുടെ കയ്യിലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 5% മാത്രമേ അർഹിക്കുന്നവർക്ക് ഇവർ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അർഹതയില്ലാത്തവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാസ്റ്റർക്ക് ഇവർ ഒരു 10-12 ചെക്ക് കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സുവിശേഷ പ്രഘോഷകനാണ്. പുള്ളിയുടെ അടുത്ത് അമേരിക്കയിൽ ചെന്നപ്പോൾ പുള്ളിക്ക് ഈ പുള്ളിക്കാരത്തി ഒരു 12 ചെക്ക് കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഇത് നിങ്ങൾ ഒന്നിച്ച് ബാങ്കിൽ ഇടരുത്, കാരണം ഇത് ഓരോ മാസമായിട്ട് ഇടാവുള്ളതെന്ന് പറഞ്ഞു കൊടുത്ത്. അവർക്ക് അതിൻ്റെതായ എന്തോ കാര്യമുണ്ടായിരുന്നു, അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയുമ്പോൾ ഇത് മേടിച്ച 12 ചെക്ക് ഒന്നിച്ചങ്ങ് കൊണ്ടുപോയി ബാങ്കിലോട്ടിട്ട് കഴിഞ്ഞപ്പോൾ അതിനും ഇയാൾക്ക് പൈസ കിട്ടിയുമില്ല. ആ പുള്ളിക്കാരത്തിക്ക് അവിടെ ഏതാണ്ടൊക്കെ പ്രശ്നങ്ങൾ വരുവാനായിട്ടും ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടേ നമ്മൾ കൊടുക്കാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം, അത് ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. അർഹതയില്ലാത്ത ഇടങ്ങളിലേക്ക് നമ്മുടെ സമ്പത്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് അവർ ദുരുപയോഗം ചെയ്യുന്നവരാണ് എങ്കിൽ അത് നമ്മളുടെ സാമ്പത്തികത്തെ ദൈവം അടച്ചു കളയുവാനായിട്ട് ഇടയാകും. കാരണം ദൈവം അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ദൈവമാണ്, ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം തന്നതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് ദൈവം ചോദിച്ചിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ദൈവം തന്നെയാണ് നമ്മളുടെ ദൈവം കേട്ടോ. നമ്മൾക്ക് ഒന്നെങ്കിൽ വഴികൾ പറഞ്ഞു തരും, നമ്മൾക്ക് എന്താ പറയുക, അതിന് വേണ്ടുന്ന വരുമാന മാർഗത്തിന് വേണ്ടുന്ന വഴികളെയൊക്കെ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരും. പിന്നെ അടുത്തൊരു കൂട്ടരുണ്ട്, എന്താണ്, നമ്മൾ ജോലി ചെയ്തിട്ട് അർഹതപ്പെട്ട വരുമാനം നമ്മൾക്ക് തിരിച്ചു കിട്ടാത്തതല്ലേ, അതൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് അതിനൊക്കെ വചനമുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ ഓർക്കുക, നമ്മൾക്ക് സമ്പത്ത് ദൈവം തരുമ്പോൾ നമ്മളുടെ മനോഭാവത്തെയും കൂടെ ദൈവം നോക്കും. നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത് കേട്ടോ. നമ്മൾ ആർഭാടത്തിന് ചിലവഴിക്കരുത്, നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളുടെ ആവശ്യങ്ങളിൽ ദൈവം ഒരിക്കലും നമ്മളോട് നോ പറയത്തില്ല കേട്ടോ. നമ്മളുടെ ആവശ്യങ്ങളിൽ നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ ദൈവം ഒരുക്കി തരും. നമ്മൾക്ക് വാഹനം ആവശ്യമാണെങ്കിൽ അതൊക്കെ ദൈവം നമ്മൾക്ക് ഒരുക്കി തരും. അതൊക്കെ ദൈവം തരുന്ന ദൈവമാണ്. എന്നാൽ ആർഭാടത്തിന് ദൈവം ഒരിക്കലും നമ്മൾക്ക് തരത്തില്ല. നമ്മളുടെ കരത്തിലുള്ളത് ആർഭാടത്തിന് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്നാൽ നമ്മൾ അർഹതപ്പെട്ടത് നമ്മളുടെ കയ്യിൽ വരികയും വേണം. അപ്പോൾ ദൈവം നമ്മൾക്ക് വഴികളെ തുറന്നു തരും. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നമ്മൾ അഹങ്കരിക്കരുത്. ദൈവം നമ്മൾക്ക് സമ്പത്ത് തരുമ്പോൾ നമ്മൾ അഹങ്കരിക്കരുത്. നമ്മളുടെ മനോഭാവത്തെ ദൈവം നോക്കും. അത് നോക്കിയായിരിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. സമ്പത്തും അനുഗ്രഹങ്ങളും വന്നു കഴിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് തന്ന ദൈവത്തിന് തിരിച്ചെടുക്കാനും അറിയാമെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി ഞാൻ കുറച്ച് വചനങ്ങളെ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി മേഖലയിൽ നമ്മൾ ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ട് നമ്മൾക്ക് അതിൻ്റെതായ വരുമാനം നമ്മൾക്ക് കിട്ടാതിരിക്കുക ഓർക്കുക. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കൂലിക്കാരന് നിങ്ങൾ കൂലി കൊടുക്കാതിരിക്കരുത്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ജോലിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ആ ദിവസങ്ങളിൽ കൊടുക്കേണ്ടത് അപ്പം തന്നെ കൊടുത്ത് നമ്മൾ വീട്ടിക്കോണം. ഇല്ല എങ്കിൽ അതൊരു കടമാണ്. അവൻ്റെ കണ്ണുനീര് നമ്മളുടെ കുടുംബത്തിൽ വരും. അത് നമ്മൾക്ക് തലമുറകൾക്ക് ഗുണമാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ജോലിക്കാരെ വെക്കുന്നവരാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ജോലി നമ്മൾ കൊടുക്കണം. ഇനി നമ്മൾ അർഹിക്കുന്ന ആ ഒരു ജോലിയുടെ ശമ്പളം നമ്മൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മളുടെ ദൈവത്തോട് നമ്മളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദൈവം നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിന് കുറച്ച് വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, സാമ്പത്തികമായ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പിന്നെ രണ്ടാമത് എന്താണ്, നമ്മൾ അർഹിക്കുന്ന ശമ്പളം അല്ലെ, നമ്മൾ ജോലി ചെയ്തിട്ട് നമ്മൾക്ക് സാലറികൾ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനും ഉള്ള വചനങ്ങളൊക്കെ ഞാൻ എനിക്കറിയുന്ന കുറച്ച് വചനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ബാക്കി നിങ്ങളൊക്കെ കണ്ടുപിടിച്ച് ബാക്കി നിങ്ങൾ പ്രാർത്ഥിച്ചോണം. ഓർക്കുക, ഈ സാമ്പത്തിക കാര്യത്തിൽ നമ്മൾ ഡീസൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ നമ്മൾ സഭകളിൽ നമ്മൾ കൊടുക്കണം കേട്ടോ. നമ്മൾ കൊടുക്കാതിരിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്, കൊട് നിനക്ക് നൽകും എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നമ്മളോട് നമ്മളുടെ ദശാംശം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ദശാംശമല്ല, ഓഹരിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കുള്ളതുപോലെ നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നീണ്ടു പോകുന്നുണ്ടോ. ഞാൻ കുറച്ച് വചനങ്ങൾ എനിക്കറിയാവുന്നത് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഒന്നാമത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സിൻ്റെ നമ്മുടെ സദൃശ്യവാക്യങ്ങൾ പ്രോവേർബ്സ് ഇതിനകത്ത് എന്താണ് 10:22 കേട്ടോ. സദൃശ്യവാക്യം 10:22 അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. ഓർക്കുക, യഹോവയുടെ അനുഗ്രഹത്താലേ സമ്പത്തുണ്ടാകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, ആ വചനം വെച്ച് പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. ദൈവം സമ്പത്ത് തന്നു കഴിയുമ്പോൾ നമ്മളത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ ഒരു വചനമാണ്. അതും പ്രോവേർബ് സദൃശ്യവാക്യങ്ങൾ 22:4 അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം?
നമ്മളിത് താഴ്മയുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഇനി അടുത്തത് ആവർത്തന പുസ്തകം 28:12 അവിടെ പറഞ്ഞിരിക്കുകയാണ്, തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും, നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. അവിടെ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒന്നെന്താണ് നമ്മളുടെ ജോലി മേഖലകളിലുള്ള ബ്ലെസ്സിങ്സ്, രണ്ടാമത് എന്താണ് നമ്മൾ വായ്പ മേടിക്കത്തില്ല, പകരം നമ്മൾ വായ്പ കൊടുക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റും കേട്ടോ. അതും ദൈവത്തിൻ്റെ വചനമാണ്, അതും പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തത് എന്താ പറയുക അടുത്തത് പറയുകയാണ് 1 തിമോത്തി 5:18 അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് സാലറിയൊക്കെ നമ്മൾ ജോലി ചെയ്ത വേല ചെയ്തതിൻ്റെ പൈസ നമ്മൾക്ക് കിട്ടാതെ വരികയാണെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാണ്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ്. യോഗ്യനാണ് അതേത് വചനമാണ്? 1 തിമോത്തി 5:18. ഇനി അടുത്തത് സങ്കീർത്തനം 128:2 ഇതും നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അധ്വാനിക്കുന്നത് മറ്റുള്ളവർക്ക് തിന്നുവാനല്ല, അത് എനിക്ക് അനുഗ്രഹമാകണം, അത് എനിക്ക് അനുഗ്രഹമായതിനു ശേഷം വേണം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് ഈ 2 വചനങ്ങൾ മെയിനായിട്ടും എന്താണ് നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടത് അല്ലേ, നമ്മൾക്ക് കിട്ടേണ്ടത് ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ഇനി അടുത്തത് എന്താണ്? 2 കൊറിന്ത്യൻസ് 9:9 അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ദൈവം വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്ന ദൈവമാണ് കേട്ടോ. അപ്പോൾ ആ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തതും ഫിലിപ്പീൻസ് 4:19 പറഞ്ഞിരിക്കുകയാണ്, അത് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണെന്നറിയാമോ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം തൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറയുന്നതിന് മുൻപ് ഒരു കാരണം പൗലോസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ? അവിടെ മറ്റുള്ളവരെ സഹായിക്കുന്നവൻ്റെ കാര്യം പൗലോസ് പറഞ്ഞപ്പോൾ മറ്റുള്ളവരെ സഹായിച്ചവർക്ക് വേണ്ടി ആ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരും ആയിരിക്കണം. സഹായിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുകയും വേണം. അങ്ങനെ ഇത്രയും വചനങ്ങളാണ് ഇപ്പോൾ തൽക്കാലം ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരുക. ഇനിയും ഒരുപാട് വചനങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം. പിന്നെ സങ്കീർത്തനം 34, സങ്കീർത്തനം 23 ഇതൊക്കെ അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. ഇതൊക്കെ ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഓർക്കുക, നമ്മളുടെ ദൈവം ഡിസിപ്ലിൻ സൂക്ഷിക്കുന്ന ദൈവമാണ്, അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ദൈവമാണ്, സർവാധിപതിയാണ്. ആ ദൈവത്തെ പറ്റിക്കുവാൻ നമ്മൾക്ക് കഴിയത്തില്ല. നമ്മൾ ആലോചന ചോദിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.